എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് വിഭവങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ചുരയ്ക്ക കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വിഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. രണ്ടാമതുണ്ടാക്കുന്ന വിഭവമാണെങ്കിൽ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്തതാണ്. നിങ്ങളതെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ നാത്തൂൻ എന്നെ സഹായിച്ച് തരികയാണ് കേട്ടോ. ശ്യാമള. നാത്തൂൻ എനിക്ക് വെട്ടിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട്. ഈ കാണുന്ന കണക്കല്ല കേട്ടോ, ഇച്ചിരി നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ഇനി ഒരാഴ്ചയും കൂടെ ഒക്കെ നിന്നിട്ട് ഇതിൻ്റെ ഡബിളായേനെ. പക്ഷേ ഞാനിത് നിങ്ങളിലോട്ട് ഇതിൻ്റെ വിഭവം ഒന്നും ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടേ ആക്കിയതായിരുന്നു. അങ്ങനെ ഇച്ചിരി കയ്യിൽ ആ വെയിറ്റും കൂടെ താങ്ങാൻ പാടായിരുന്നു. ഞാൻ ഇങ്ങനെ വീഡിയോയും കൂടെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നാത്തൂൻ എന്നെ ഹെൽപ്പ് ചെയ്യിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ചേട്ടനെ ഞാൻ വിളിച്ചപ്പോൾ പിന്നെ നാത്തൂൻ പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നാത്തൂനെ കൊണ്ട് തന്നെ അത് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഷ്ടമായി. താങ്ക് യു. ഇച്ചിരി വലുതാ, കാരണം നമുക്ക് പിടിക്കാനേ ഒരാള് ഇവിടെയൊക്കെ വീണിട്ടുണ്ട്. കണ്ട എൻ്റെ ഇടയ്ക്ക് അങ്ങ് അറ്റമൊക്കെ നിൽക്കുന്നുണ്ട്. ഇന്ന് പറയാൻ, ഇന്നിപ്പോ രാവിലെ പോകാൻ സമയമില്ലെന്നോ. എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് വിഭവങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എനിക്ക് തന്നെ എൻ്റെ എല്ലാ വീഡിയോയും കാണണമെങ്കിൽ ആ ബെല്ലിലൊന്ന് അമർത്തിയ ഓളെന്ന ഓപ്ഷൻ വരും. അതിൽ ഞെക്കിയാൽ എൻ്റെ എല്ലാ വീഡിയോയും കാണണം. അപ്പം ഇന്ന് നമ്മളൊരു രണ്ട് പുതിയ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ കൃഷി സാധനങ്ങളൊക്കെ ധാരാളം ഇരിപ്പുണ്ടല്ലോ. അപ്പം ഇന്ന് ഞാൻ രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കണ്ടേ, അമ്മേ ഇച്ചിരി വെയിറ്റുള്ളൊരു സാധനമാണ് കേട്ടോ. കണ്ടേ, നമ്മുടെ ചുരയ്ക്ക കൊണ്ടാണ് ഞാൻ രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താണ്, ഇതുവരെയും കാണുന്ന കണക്കല്ല. ഇതൊരു വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം നമുക്കിത് മുറിച്ച് എല്ലാം ശരിയാക്കി എടുക്കാം. നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഒരു വിഭവം ഉണ്ടാക്കാൻ കുറച്ച് മതി കേട്ടോ. ഞാൻ ഇത് മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് കീറിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇതിൻ്റെ അരിയൊന്നും വേണ്ട. ഇത് വേണ്ട, ഇപ്പോഴും വിളഞ്ഞിട്ടില്ല ഇത് കേട്ടോ. ഇനി ഇത് കുറേ വലുതാവും കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇളക്കിയെടുത്ത് കളയാം. ഇത് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇന്നിപ്പം ഞാൻ വെക്കണ്ടെന്ന് വിചാരിച്ച്. എന്നാലും ഞാനിതെല്ലാം അതേപോലെ എന്നല്ലേ കാണിച്ചതാണ്. മുറ്റിയ അരിയൊന്നുമല്ല. അടുത്ത വിഭവത്തിനുള്ളതും കൂടെ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. ഇത്രയും നമുക്ക് മതി കേട്ടോ. ഇത് നമുക്ക് ചെത്തിക്കണ്ട. ചെത്തലെടുക്കാൻ കഴിഞ്ഞാൽ പയ്യെ നമുക്ക് അരിഞ്ഞാൽ
ഇവിടെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടായിട്ട് നമുക്കെല്ലാം നല്ല ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റും. ഇന്ന് രാവിലെ ഞാനും നാത്തൂനും കൂടെ പോയി പിച്ച് ചെയ്തായിരുന്നു. എന്നാലും ഞാനും ചേട്ടനും കൂടെ പോയി പിച്ച്. ഇത് നിങ്ങളെന്ന് 1-2 വിഭവങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ. ഇനിയും വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ചെയ്തു നോക്കണം. ഇത് നമ്മളെ വീട്ടിൽ പിടിക്കുന്ന സാധനമല്ലേ. ഇത് നമുക്ക് കണ്ടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ. നമുക്കിതിൻ്റെ അരിയും കൂടെ ഇതിനാണെങ്കിൽ ഒട്ടും അരി ഇരിക്കാതെ നമുക്ക് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അകത്തെ അരിയൊക്കെ കളയാനായിട്ട് നമ്മളിങ്ങനെ 2 വശവും ഒന്ന് ഇങ്ങനെ ഇത് കണക്കൊന്ന് പിച്ചാത്തി വെച്ച് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാം. നമ്മൾ ചക്കയുടെ പൂഞ്ഞൊക്കെ എടുക്കത്തില്ലേ, ഇപ്പോൾ ചക്കയുടെ എന്നാലും ഇങ്ങനെ നമ്മൾ പൂഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചുള പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങളും അങ്ങനെ ചെയ്യണം. വളരെ എളുപ്പം. ഇത് തന്നെ വളരെ സ്മൂത്തായതുകൊണ്ട് പെട്ടെന്ന് ഇളകി വരും കേട്ടോ. അപ്പം നമുക്ക് ഇതെല്ലാം കണ്ടിച്ചു. ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. നമുക്ക് കട്ടിംഗ് ബോർഡും കൂടെ കഴുകി കൊണ്ടുവരാം. നമുക്കിത് നല്ലതുപോലെ കഴുകി കൊണ്ടുവരാം. നമുക്കിത് സ്ക്വയർ പീസുകളായിട്ട് മുറിക്കാം. നമ്മളങ്ങനെ ഇത് ഇത്രയും മുറിച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിൽ വെച്ചിടാം. അപ്പം നമുക്കിതിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ഇതിൻ്റെ പരിപാടിയിലോട്ട് നമുക്ക് പോകാം കേട്ടോ. ശരി, നമുക്ക് ചുരക്ക കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് ഉള്ളി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് ക്രഷ്ഡ് ചെയ്തുകൊണ്ട് വരാം, ചതച്ചുകൊണ്ട് വരാം. ഓക്കെ, നമ്മൾ ഈ കത്തിരിക്ക ചുരക്ക കൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, ഞാനിത് ചതച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ ചുരക്ക കണ്ട ഇങ്ങനെ പിച്ച് വെച്ചിരിക്കുന്നു.
അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് തുടങ്ങാം. ഞാനൊരു പാത്രം വെച്ചു, അത് അനന്ന് വരട്ടെ. നേരത്തെ തന്നെ നമ്മൾ മുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ചതച്ചുകൊണ്ട് വന്നതാണ്. നമുക്ക് എന്തിനാണെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിന്ന് ചൊരക്ക കൊണ്ടൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. കടുകിടുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ മൊബൈൽ സ്റ്റാൻഡ് അങ്ങ് ഒടിഞ്ഞു പോയി. ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചൊരക്കയുടെ കഷ്ണം നമുക്കത് ഇളക്കി കൊടുക്കാം. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ തീ ഉറച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്കിത് അടച്ചു കൊടുക്കാം. തീ കുറച്ച് കൊടുക്കാം. ഓക്കെ. നമ്മുടെ ചൊരക്ക കുഞ്ഞിങ്ങനെ കണ്ടാ വരണ്ട് വന്നത് നിങ്ങൾ കണ്ടാ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തേങ്ങ ചേർക്കാം കേട്ടോ. വേണമെന്നില്ല, ഇങ്ങനെ തന്നെ ആക്കാം. എങ്കിലും ഒരു ശകലം നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ഇച്ചിരി തേങ്ങ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അയാളും കൂടി ഇതിനകത്ത് ഇടന്നൊന്ന് വളർന്നു വരട്ടെ. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്നും പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിന്ന് നോക്കട്ടെ ഒരു പീസ്. നല്ല സ്മൂത്ത്, ഉപ്പൊക്കെ പിടിച്ച് മുളകിൻ്റെ എരിയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് പറക്കി പറക്കി തിന്നാം. നമുക്കിതിനകത്ത് ഒരു വസ്തു കൂടെ ചേർക്കാം. കാരണം ഒരു എരിയുണ്ട്, ഉപ്പുണ്ട്. നമുക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ടൊമാറ്റോ സോസ് ഇതിനകത്ത് ചേർക്കാം കേട്ടോ. നമ്മളെ കിടുക്കാച്ചി നമ്മളെ ചൊരക്ക കണ്ട എല്ലാമായിട്ട് യോജിച്ച് നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയതിനൊക്കെ നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിനകത്തൊരു ശകലൻ ടൊമാറ്റോ സോസും കൂടെ ചേർക്കാമെങ്കിൽ. നമ്മൾ ഇത് ആക്കണ്ട, ഇങ്ങനെ തന്നെ ആക്കിയാൽ മതി. പക്ഷെ ഇച്ചിരി മധുരവും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ടൊമാറ്റോ സോസിൻ്റെ ഒരു ഇച്ചിരി മധുരം ഉണ്ടല്ലോ, അത് ഇച്ചിരി കൂടെ അങ്ങ് ചേർത്തതാ. പ്രകൃതിദത്തമായിട്ട് തന്നെ കഴിക്കേണ്ടതാണ്. ഞാൻ ഇച്ചിരി സോസും കൂടെ ചേർക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ തരുന്നതല്ലേ, ഇച്ചിരി ടേസ്റ്റോടുകൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ.
കണ്ട ഒരു 5 മിനിറ്റും കൂടി ഇരിക്കട്ടെ. അപ്പം നമ്മൾ തീയാണെങ്കിൽ കുറച്ചിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് എന്തായാലും ഇനി ഒന്നുകൂടെ ഒന്ന് ഉപ്പ് നോക്കട്ടെ. അപ്പൊ നമുക്കിനി ഇറക്കാം. ഇത്രയും വേവൊക്കെ ഉള്ളു കേട്ടോ. ഇനി നമ്മൾ അടുത്തുണ്ടാക്കുന്ന ഒരു അടിപൊളി വിഭവമാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സോസും കൂടെ ചേർത്തില്ലേ, അപ്പൊ അതിന്റെ മധുരവും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. അടിപൊളി. ഒന്ന് പറക്കി അങ്ങ് തിന്നാൻ കേട്ടോ. ഞാനപ്പോ എന്നെ കൂട്ടിയാകുമ്പോൾ ചോറ് തിന്നാം. സോസൊക്കെ പിടിച്ച് ഒരു 5 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് ഇറക്കാം. ഇനി വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് അടുത്ത വീഡിയോ നാളെ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ആ വീഡിയോയും കാണണം. അത് നിങ്ങൾ കാണാതിരിക്കരുതും. അത്രയ്ക്കും നല്ലൊരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വിഭവവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.